Hello, everybody. Welcome to English Speaking Course. Hope you all are keeping safe and healthy. ഇന്ന് നമുക്ക് കുറച്ച് ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പഠിക്കാം. നമ്മൾ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുമ്പം അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് കാണുമ്പം എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചാൽ എന്താണ് മറുപടി നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഈ വീഡിയോയിലേക്കൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് സപ്പോസ് കുറച്ച് പരിചയമുള്ള ആരെങ്കിലും നമ്മൾ കണ്ടാൽ നമ്മൾ ചോദിക്കാറില്ലേ, നിനക്ക് എന്നെ അറിയാമോ? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു നോ മീ? ഡു യു നോ മീ? നിനക്ക് എന്നെ അറിയാമോ? എനിക്ക് നിന്നെ അറിയാം അല്ലെങ്കിൽ എനിക്ക് നിന്നെ അറിയില്ല, അതെങ്ങനെയാ പറയാ? യെസ് ഐ നോ യു. എനിക്ക് നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ അറിയാം. നോ ഐ ഡോണ്ട് നോ യു. എനിക്ക് നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ അറിയില്ല. സപ്പോസ് നമ്മളോട് ആരെങ്കിലും എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് അവരെ പരിചയമില്ലെങ്കിൽ നമ്മൾ ചോദിക്കാറില്ലേ, എങ്ങനെയാ എന്നെ അറിയാ? നിനക്ക് എങ്ങനെയാ എന്നെ അറിയാ? അതെങ്ങനെയാ ചോദിക്കുക? ഹൗ ഡു യു നോ മീ? ഹൗ ഡു യു നോ മീ? നിനക്ക് എങ്ങനെ എന്നെ അറിയാം? നിനക്ക് അവൻ്റെ പേര് ഓർമ്മയുണ്ടോ? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു റിമെമ്പർ ഹിസ് നെയിം? ഡു യു റിമെമ്പർ ഹിസ് നെയിം? നിനക്ക് അവൻ്റെ പേര് ഓർമ്മയുണ്ടോ? എനിക്ക് അവൻ്റെ പേര് ഓർമ്മയില്ല. ഹൗ ക്യാൻ വി സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? I don't remember his name. I don't remember his name. ഞാൻ അവൻ്റെ പേര് മറന്നുപോയി. സപ്പോസ് ആരുടെങ്കിലും പേര് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മളിങ്ങനെ പറയാറില്ലേ, I forgot his name. I forgot his name. സപ്പോസ് ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ കണ്ടാൽ നമ്മൾ പറയാറില്ലേ, നാളെ എന്താണ് നീ ചെയ്യുന്നത്? What are you doing tomorrow? What are you doing tomorrow? ഈ സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾ എൻ്റെ കൂടെ വേണം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ. ഒന്നുമില്ല. നാളെ നീ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ഒന്നുമില്ല. അതെങ്ങനെയാ പറയാ? We can simply say nothing. Nothing. ഒന്നും ഇല്ല. ഇനി നത്തിങ് സ്പെഷ്യൽ എന്ന് പറയാൻ വേണമെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല. നാളെ നീ എവിടെയാണ് പോകുന്നത്? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? Where are you going tomorrow? Where are you going tomorrow? നാളെ നീ എവിടെയാണ് പോകുന്നത്? നാളെ ഞാൻ എവിടേക്കും പോകുന്നില്ല. How can we say that in English? Tomorrow I'm not going anywhere. Tomorrow I'm not going anywhere. നിനക്ക് അവളെ അറിയാമോ? How can we ask that in English? Do you know her? Do you know her? നിനക്ക് അവളെ അറിയാമോ? Again, എനിക്ക് അവളെ അറിയില്ല അല്ലെങ്കിൽ എനിക്ക് അവളെ അറിയാം. അതെങ്ങനെയാണ് നമ്മൾ പറയാ? We have to say in the same format. Yes, I know her. No, I don't know her. സോ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡു വെച്ച് ചോദിച്ചു. ഡു വെച്ച് ചോദിക്കുമ്പം അധികം നമ്മളതിൻ്റെ ആൻസർ യെസ് ഓർ നോയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യൂഷ്വലി അങ്ങനെ തന്നെയാണ് അത് കൊടുക്കേണ്ടത്. കൂടുതൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ കാണേണ്ട വീഡിയോ ക്ലിക്ക് ചെയ്യൂ. അതിൻ്റെ അകത്ത് ഞാൻ കുറേ ക്വസ്റ്റ്യൻ വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. So do check out the video. Thanks for watching.